നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 23 ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവരും പഠിച്ച സെറ്റ് അല്ലേ? നമുക്ക് പരീക്ഷ എഴുതി നോക്കാം. ഇന്ന് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും എക്സാമിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ടെൻത്ത് മെയിൻസ് ഡേ 23 എക്സാം. ആദ്യത്തെ ചോദ്യം, അഞ്ജന ഡാഷ് ഹർ സിക്ക് ഫ്രണ്ട് യെസ്റ്റർഡേ. കോൾഡ് അറ്റ്, കോൾഡ് ഓൺ, കോൾഡ് അപ്പ്, കോൾഡ് ഇൻ. 2. We will cancel the trip if the weather is bad. Replace the word underline with correct phrasal verb from the bracket. ക്യാൻസൽ ആണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്ന് കണ്ടെത്തുക. കോൾ അറ്റ്, കോൾ ഓഫ്, കോൾ ഇൻ, കോൾ അപ്പോൺ. ഇത് പ്രീവിയസ് ആണ് ഇത് രണ്ടും. 3. ചുവടെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഹരിണം, സാരംഗം, കുരങ്കം, ഗുണം. 4. ചുവടെ തന്നിരിക്കുന്നതിൽ പരുന്ത് എന്ന അർത്ഥം വരാത്ത പദം ഏത്? പാശം, പത്രി, ശശാദനം, ശ്വേനം. 5. 2021 മാർച്ചിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേരെന്ത്? ഗോൾഡൻ ആംഗിൾ, ബാംബു ട്രീ ബ്രൗൺ, നകടുംബ സിംഹള രാമസ്വാമി സദാശിവൻ, ഡിങ്കി ലൈൻ ബ്ലൂ. 6. ചുവടെ തന്നിരിക്കുന്നതിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത അല്ലാത്തത് കണ്ടെത്തുക. ആദ്യത്തേത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. രണ്ടാമത്തേത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം. 3. ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു. 4. പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു. അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. 7. താഴെ പറയുന്ന പ്രസ്താവന പരിശോധിച്ച് സമ്പ്രദായം ഏതാണെന്ന് കണ്ടെത്തുക. പ്രസ്താവന ഇതാണ്: രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായം. ഇത് ഏതാണെന്നാ കണ്ടെത്താനുള്ളത്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, വിദേശ മൂലധന നിക്ഷേപം. 8. അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്കിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് തന്നേക്കുന്നത്. ആദ്യത്തേത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. രണ്ടാമത്തേത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് കോളേജ് ഇല്ലേ, അത് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഇനി RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചത് 1996 റിസർവ് ബാങ്കിന്റെ 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതുക. 9. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ബാങ്കുകളും ആസ്ഥാനവും ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊൽക്കത്ത, ഫെഡറൽ ബാങ്ക് തൃശൂർ, മുദ്ര ബാങ്ക് മുംബൈ. 10. കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പ നൽകുന്ന ദേശീയ ബാങ്കാണ് നബാർഡ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12 നബാർഡിന്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ്. ആസ്ഥാനം മുംബൈയിലാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ലക്നൌവിൽ സ്ഥാപിച്ചത് നബാർഡാണ്. 11. ഇലക്ട്രിക്കൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അധികാരമുള്ള ഇന്ത്യയിലെ ബാങ്ക് ഏതാണ്? ഇത് പ്രീവിയസ് ആണ്, 2021 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, മുകളിൽ പറഞ്ഞവയെല്ലാം. 12. ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന റീജിയണൽ റൂറൽ ബാങ്കിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രൂപീകരിച്ചു. മുഹമ്മദ് യൂനസ് ആണ് ഗ്രാമീണ ബാങ്കിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായത് 1980 ഒക്ടോബർ 2 ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. തെറ്റായത് കണ്ടെത്തുക. 13.
എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? 17, 15, 21, 13. 14. താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത്? ഇതും പ്രീവിയസ് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI വാങ്ങുന്നത്, ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റിന്റെ RBIയിൽ നിന്നുള്ള കടം വാങ്ങൽ, ഇവയൊന്നുമല്ല. 15. താഴെ പറയുന്നവയിൽ പണരഹിത സമ്പദ്ഘടനയിൽ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ജൻധൻ അക്കൗണ്ടുകൾ, ആധാർ ഉപയോഗിച്ചുള്ള പണമിടപാട് സംവിധാനം, നാഷണൽ ഫിനാൻസ് സ്വിച്ച്, ഇവയെല്ലാം. അപ്പൊ ഇത്രയായിരുന്നേ 15 ചോദ്യങ്ങൾ. ഇനി ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, അഞ്ജന ഡാഷ് ഹർ സിക്ക് ഫ്രണ്ട് എസ്റ്റർഡേ. ബി ആണ് കോൾഡ് ഓൺ. കോൾഡ് ഓൺ എന്ന് വെച്ചാൽ വിസിറ്റ് എ പേഴ്സൺ. 2. വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ് ഇഫ് ദ വെദർ ഈസ് ബാഡ്. ഇപ്പൊ ക്യാൻസലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ബി, കോൾ ഓഫ് ആണ്. 3. ചുവടെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ എന്ന് പറയുന്നത് ഗുണമാണ്. ബാക്കി ഹരിണം, സാരംഗം, തുരങ്കം ഇത് മാനിന്റെ പര്യായ പദങ്ങളാണ്. ഗുണം എന്ന് വെച്ചാൽ കയർ എന്നാണ് അർത്ഥം. അടുത്ത ചുവടെ തന്നിരിക്കുന്നതിൽ പരുന്ത് എന്ന അർത്ഥം വരാത്ത പദം ഏത്? വരാത്തത് പാശം. പാശം എന്നാൽ കയർ എന്നാണ് അർത്ഥം. ബാക്കിയെല്ലാം പരുന്തിന്റെ പര്യായ പദങ്ങളാണ്. 5. 2021 മാർച്ചിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേര്. ഇത് നമ്മൾ 2021 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറഞ്ഞില്ലേ, അതിലുള്ളതാണ്. സി നാക്കടുംബ സിൻഹള രാമസ്വാമി സദാശിവൻ. 6. ചുവടെ തന്നിരിക്കുന്നതിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത അല്ലാത്തത് ബി ആണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം, അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതയാണ്. 7. താഴെ പറയുന്ന പ്രസ്താവന പരിശോധിച്ച് സമ്പ്രദായം ഏതാണെന്ന് കണ്ടെത്തുക. എ ആണ് ഉദാരവൽക്കരണം. ഇത് സർക്കാരിന്റെ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുകയല്ലേ, ഇപ്പൊ ലിബറൽ ആക്കുക, ലിബറലൈസേഷൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ VO പരീക്ഷയ്ക്ക് ചോദിച്ചത്. 8. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്കിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്. ആദ്യത്തെ പ്രസ്താവന ശരിയാ, ആസ്ഥാനം മുംബൈ ആണ്. രണ്ടാമത്തെ ശരിയാ, റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് ചെന്നൈയിലാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ചത് 1995 അപ്പോൾ അത് തെറ്റാ. നാലാമത്തെ പ്രസ്താവന റിസർവ് ബാങ്കിന്റെ 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്, അപ്പൊ അത് ശരിയാ. 1, 2, 4 ശരി, സി. 9. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി സി ആണ്. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവ. 10. കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പ നൽകുന്ന ദേശീയ ബാങ്കാണ് നബാർഡ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ബി ആണ്. നബാർഡിന്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അധികാരമുള്ള ഇന്ത്യയിലെ ബാങ്ക് ഏതാ? ബി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. 12. ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന റീജിയണൽ റൂറൽ ബാങ്കിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? തെറ്റായത് സി ആണ്. RRB റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായത് 1975 ഒക്ടോബർ മാസം 2-നാണ്. 13. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ച കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? പ്രീവിയസ് 13 ജില്ലാ സഹകരണ ബാങ്ക്. വിട്ടുനിന്ന ബാങ്ക് ഏതാ? മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. 14. താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത്? ബി ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നതാ. 15. താഴെ പറയുന്നവയിൽ പണരഹിത സമ്പദ്ഘടനയിൽ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഡി, ഇവയെല്ലാമാണ് ഉത്തരം. ഇവയെല്ലാം. അപ്പൊ ഇത്രയായിരുന്നേ ചോദ്യങ്ങള്. 15 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്തേക്കണേ. കുറച്ച് കട്ടിയുള്ള ടോപ്പിക് തന്നെയാണ്, നന്നായിട്ടിരുന്ന് പഠിച്ചാൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യണം, ഏതൊക്കെ ഭാഗത്താണ് ഇനിയും പഠിക്കാനുണ്ടെങ്കിൽ വീണ്ടും പഠിച്ച് മനസ്സിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നാളെ Day 24 ആണ് നാളത്തെ ടോപ്പിക്. സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും. ടൈം ഷെഡ്യൂള് ബാക്കി ഗൈഡൻസ് എല്ലാം ടെലഗ്രാം ചാനലിലായിരിക്കും.
ഫസ്റ്റ് കമന്റിൽ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ടായിരിക്കും. 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്തേക്കുക. ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.